ഇടയാകട്ടെ. താവിന്റെ ഭാഷണവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തക്കോണം വലിയവനായ ദൈവനെ ശക്തീകരിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നാം ഇടവകയിലെ സേവ്യാസംഘ ദിനമായിട്ട് നാം ആചരിക്കുകയാണല്ലോ. സെപ്റ്റംബർ 7 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ സഭയായി നാം സേവ്യാസംഘ ദിനവും വാരവുമായിട്ട് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുവാൻ, രോഗികളെ കാണുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ സേവ്യാസംഘങ്ങൾ അച്ഛന്റെ നേതൃത്വത്തിലൊക്കെ പോകുവാൻ തക്കോണം ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് അച്ഛന്റെ നേതൃത്വത്തിൽ സേവ്യാസംഘം വളരെ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇടവകയിലെ സേവ്യാസംഘ ദിനം ആചരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വ മാതാക്കളെയൊക്കെ ഈ സമയം ഓർക്കുകയാണ്. പ്രത്യേകിച്ച് അവരിലൂടെ നമുക്ക് ലഭിച്ച, അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവ്വ മാതാക്കൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു വലിയ സേവ്യ സംഘം എന്ന ഒരു പ്രസ്ഥാനം ഇടവകയിൽ ഇത്രത്തോളം അനുഗ്രഹത്തോടെ നടക്കുന്നുവെങ്കിൽ അവരുടെ വലിയ പ്രാർത്ഥന, സമർപ്പണ ജീവിതം അവരെ ചെലവിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും സേവ്യാസംഘം ഇടവകയിൽ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നമ്മുടെ പൂർവ്വ മാതാക്കൾ, മൺമറഞ്ഞു പോയവര്, നമ്മുടെ ഗ്രേസി അമ്മച്ചി, നമ്മുടെ കോട്ടയത്തെ അമ്മച്ചിമാരെ, ചെല്ലമ്മാമ, പാലത്തോട് മേലേതിരെ അമ്മാമ്മ, അങ്ങനെ നമ്മുടെ പ്രിയ അമ്മച്ചിമാരുടെ ആ ധന്യമായ ജീവിതത്തെ ഓർക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ഇടവകയിലെ ഇനിയും സേവ്യാസംഘം മുൻപോട്ട് പോകണം. യവനക്കാരായ സ്ത്രീജനങ്ങള് അനേകരും ഭവനത്തിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അല്പസമയം സേവ്യാസംഘം കൂട്ടായ്മയ്ക്കായിട്ട് വേർതിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇനിയും നമ്മുടെ ഇടവകയിലെ സേവ്യാസംഘം മുൻപോട്ട് വളർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുള്ളൂ. വരും തലമുറയ്ക്കും ഇതൊരു അനുഗ്രഹമായി തീരണമെന്ന് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇന്ന് സഭയായിട്ട് നാം തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളും. സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളും. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ഇന്ന് നാം 1-ാം പാഠഭാഗമായിട്ട് വായിച്ചിരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളെ കുറിച്ചാണ്. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ആരാധനയുടെ സേവ്യാസംഘബദ്ധമായിട്ട് ഇന്ന് പകൽക്കാലം ആചരിക്കുമ്പോൾ താവിന്റെ വലിയ കൃപ നിമിഷം വരെ ഞങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ സേവനിമാരെയും ഈ സമയം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചവരെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവിന്റെ വചനവുമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ മക്കൾക്കും അതേറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മനുസ്മൃതിയിൽ ഒരു ചൊല്ലുണ്ട്: സ്ത്രീ കൗമാരത്തിൽ പിതാവിനാൽ സംരക്ഷിക്കപ്പെടണം, യൗവനത്തിൽ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടണം, വാർദ്ധക്യത്തിൽ പുത്രനാൽ സംരക്ഷിക്കപ്പെടണം. എന്നാൽ അതിന്റെ അവസാനത്തെ വരിയാണ് സ്ത്രീയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കി വെക്കുന്നത്. സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമോ അഭിപ്രായം പറയുവാനോ യാതൊരു അധികാരമോ പദവിയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് അധികാരമില്ലാതിരുന്നു എന്ന് പറയുന്ന കാലത്തും പരിവർത്തനത്തിന്റെ മണ്ഡലങ്ങളിൽ അനേകം സ്ത്രീകൾ ശോഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ്. പുരുഷ മേധാവിത്വമുള്ള ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പല അനാചാരങ്ങളും പുരുഷ സമൂഹത്തിൽ അതെല്ലാം പുരുഷന് അനുകൂലമാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ത്രീകളുടെ പ്രവർത്തനത്തോടെ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് സ്ത്രീകൾക്ക് അധികാരമുണ്ട്, പദവിയുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾ ഇത് ഉന്നതിയിലെത്തിയിരിക്കുകയാണ്. സ്ത്രീകളുടെ ശ്രമഫലമായിട്ട് തന്നെ അനേക പ്രവർത്തനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1902 വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ മിഷൻ ഐഡാസ് കഡർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ശ്രമഫലമായിട്ട് ആരംഭിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്നും വലിയൊരു ഹോസ്പിറ്റലായി തുടരുന്നത്. അതുപോലെ കോട്ടയത്ത് ആദ്യമായി പെട്രോളിൽ സ്ഥാപിച്ചത് ഒരു മിഷണറി വനിതയായ അമേലിയ ഡൊറോത്തി ബേക്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ശ്രമഫലമായിട്ടാണ്. അതുപോലെ നാം ഇന്ത്യയിലേക്ക് നോക്കിയാലും ഝാൻസി റാണി പുരുഷവേഷം ധരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പട ധരിച്ച ഝാൻസി റാണി എന്ന ധീര വനിത.
അതുപോലെ കേരളത്തിലും നവോത്ഥാനത്തിന്റെ നായികയായിരുന്ന കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാൻ, 1919 സേവികാ സംഘം സ്ഥാപിച്ച ശ്രീമതി കാണ്ടമ്മ കൊച്ചമ്മ, ഇങ്ങനെ മാറ്റത്തിന്റെ പ്രഘോഷകരായി തീർന്ന അനേക സ്ത്രീ രത്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ പ്രവർത്തന ഫലമായി അനേക സ്ഥാപനങ്ങൾ തന്നെ ആരംഭിച്ചു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം എടുത്തു പറയുന്ന ഒരു പേരാണ് മദർ തെരേസ. കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ നടന്ന സാധുക്കളെ ചേർത്ത നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. അതുപോലെ നാം നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. അതുപോലെ പ്രസിഡന്റ് ആയിരുന്ന പ്രതിഭ പാട്ടേൽ, അതുപോലെ ഇപ്പോഴും പ്രസിഡന്റ് ആയിരിക്കുന്ന ദ്രൗപദി മുർമു. അങ്ങനെ സ്ത്രീകൾ ഇന്ന് എല്ലായിടത്തും ഏറ്റവും ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീകൾ കൈവയ്ക്കാത്ത മേഖലകൾ ഇന്ന് ചുരുക്കമാണ്. മറ്റാരേക്കാട്ടിലും പിന്നിലല്ല എന്ന് സ്ത്രീകൾ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര എല്ലായിടത്തും പതിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലായിടത്തും ഒരു പരിവർത്തനത്തിന്റെ പ്രഘോഷകരായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നെഹ്റു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു രാജ്യത്തെ സ്ത്രീകളുടെ പദവി കണ്ടാണ് ആ രാജ്യത്തിന്റെ ഉയർച്ചയെ വിലയിരുത്തുന്നതെന്ന്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളാണ്, ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു കുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, എന്നാൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു കുടുംബത്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി അനേക സ്ത്രീകളെ ദൈവം എടുത്ത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം 30 മുതൽ വെളിപ്പാട് വരെ നാം നോക്കുമ്പോൾ സ്ത്രീകളുടെ അനേക സ്ത്രീ രത്നങ്ങള് ദൈവത്താൽ എടുത്ത് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീകളെ കൂടാതെ ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് എസ്തേർ, രൂത്ത്, അവരൊക്കെയും രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി ഒക്കെ ദൈവം എടുത്ത് ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി, ഇസ്രായേലിന്റെ തകർച്ചയുടെ സമയത്ത് ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ദെബോര എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചാണ് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദെബോരയുടെ മുൻപിൽ, ദെബോരയിൽ വിളങ്ങിയ ഗുണങ്ങള്, അവരുടെ പ്രത്യേകതകള്, അവരുടെ മുൻപിലുണ്ടായിരുന്ന വെല്ലുവിളികള് എന്താണെന്നാണ് അല്പസമയത്തേക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദെബോര അവള് ഇസ്രായേലിന്റെ തകർച്ചയുടെ സമയത്ത്, ഇസ്രായേലിനെ വിടിവിപ്പാൻ ആരുമില്ലാതിരുന്ന സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ധീര വനിതയായിരുന്നു ദെബോര എന്ന് പറയുന്ന സ്ത്രീ. അവളൊരു ബഹുമുഖ പ്രതിഭയായിരുന്നു, അവളൊരു പ്രവാചകയായിരുന്നു, അവളൊരു ന്യായാധിപയായിരുന്നു, ഒരു യോദ്ധാവായിരുന്നു, ഒരു കുടുംബിനിയുമായിരുന്നു. ദെബോര എന്ന പദത്തിന്റെ അർത്ഥം തേനീച്ച, ഉത്സാഹവതി. തേനീച്ചയെ പോലെ എപ്പോഴും ഉത്സാഹത്തോട് പ്രവർത്തിക്കുന്നവളെന്ന് അതിന്റെ അർത്ഥം. നമുക്കറിയാം, കനാനിൽ ഇസ്രായേൽ മക്കളുടെ ഒരു അവസ്ഥ. ഇസ്രായേൽ മക്കള് മിസ്രൈമിലായിരുന്നു, ദൈവം അവരെ വിടിവിച്ചു, കനാനിൽ എത്തിച്ചേർന്നു. എന്നാൽ വീണ്ടും അവർ ദൈവത്തെ മറന്നു. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം എല്ലാ അധ്യായങ്ങളിലും കാണാം, അവർ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാണ് പിന്നീട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുമ്പോൾ, ദൈവസ്ഥാനത്തിൽ നിന്ന് അകലുമ്പോൾ വീണ്ടും ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവരെ കനാനിലെത്തിയ ശേഷം വീണ്ടും കനാന്യ ദേവന്മാരോട് ചേർന്ന്, അവിടെ അന്യജാതിക്കാരോട് ചേർന്ന് ദൈവാരാധന, അശേര പ്രതിഷ്ഠകളെ, ബിംബങ്ങളെ ആരാധിക്കുക, അങ്ങനെ അവരുമായിട്ട് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്ത് ദൈവസ്ഥാനത്തിൽ നിന്ന് അവരകന്ന് ധാർമ്മികമായ ജീവിതത്തിന് അധംപതനം വരുത്തി ദൈവത്തിന് അനിഷ്ടമായി ജീവിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ യഹോവ അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവരെപ്പോഴൊക്കെ ദൈവസ്ഥാനത്തിൽ നിന്ന് അകലുന്നുവോ അപ്പോഴൊക്കെയും ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അന്ന് ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അന്ന് രാജാക്കന്മാരെ വാഴിക്കുന്ന കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു കാലമാണ്. അന്ന് ന്യായാധിപന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ ആയിരുന്നു ഇസ്രായേൽ ജനത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. 290 വർഷം ന്യായാധിപന്മാർ അവരെ ഭരിച്ചിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ ന്യായാധിപന്മാരായിരുന്നു ഒത്നിയേൽ, ഗിദെയോൻ, ശിംശോൻ, ശമൂവേൽ എന്നിവരൊക്കെ. അന്ന് ഏക ന്യായാധിപതിയായിരുന്നു ദെബോര. ദെബോര അത്രത്തോളം ശക്തരായിട്ടുള്ള ന്യായാധിപന്മാരുടെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തുവെങ്കിൽ അവിടെ എത്രത്തോളം ഉള്ളവളായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൈവാശ്രയത്തിൽ അവൾ
3 ദൗത്യങ്ങൾ ഒരുപോലെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദെബോര നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുടുംബിനിയായ ദെബോരയാണ് ദൈവം ചുമതലകൾ ഏൽപ്പിക്കുന്നത്. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗത്തുണ്ട്. ഏഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവനെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീനെ വിറ്റുകളഞ്ഞു. വീണ്ടും അവരെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ കനാന്യ രാജാവായ യാബീനെ വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ കാലശക്തി സീസറയായിരുന്നു. അവന് 900 ഇരുപലതും. അപ്പം ഒരു വലിയ ഒരു ശക്തിക്ക്, ഒരു ശത്രുവിനെ ദൈവം ഈ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്ത ശത്രുവിന്റെ ഭരണത്തിലായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ യാബീന്റെ ക്രൂര ഭരണത്തിന്റെ കീഴിൽ കിടന്ന ഇവരെ ഇത്രത്തോളം ദൈവസ്ഥനിൽ കണ്ണുനീരോടെ നിലവിളിക്കുമ്പോൾ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ ദൈവം ദെബോരയെ എഴുന്നേൽപ്പിച്ചു. ഇസ്സാഖാർ ഗോത്രക്കാരനായ ലെപ്പിദോത്തിന്റെ ഭാര്യയായിരുന്നു ദെബോര. ദെബോരയ്ക്ക് തന്റെ സ്വന്തം ജാതിയെ കുറിച്ച്, തന്റെ സ്വന്തം ജാതി അനുഭവിക്കുന്ന പീഡയെ പറ്റി വളരെ ആത്മഭാരമുണ്ടായി. അവൾ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവിടെ വളരെ ഉത്തരവാദിത്തോടെ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് അവൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ദൈവം വിളിക്കപ്പെട്ടാറെ അവൾ പിന്മാറിയില്ല, ഒഴിവഴികൾ പറഞ്ഞില്ല. ദൈവം ഏൽപ്പിച്ച ചുമതല അവൾ വിശ്വസ്തയോടെ നിറവേറി. നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു കുടുംബിനിയാണെങ്കിൽ ഒരു ഇങ്ങനെ ദൈവം വിളിക്കുമ്പോൾ പലപ്പോഴും പല തടസ്സങ്ങൾ കാണും. കുടുംബത്തിലെ പല കാര്യങ്ങളാണ്. ഭർത്താവുണ്ട്, തീർച്ചയായും ആ ഭവനത്തിൽ മാതാപിതാക്കൾ കാണും, മക്കള് കാണും, ആരെങ്കിലും ഒക്കെ കാണും. എന്നാൽ ദൈവം വിളിക്കുമ്പോൾ അതൊന്നും അവരൊരു തടസ്സമായിട്ട് പറയുന്നില്ല. അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വിളി ഉത്തരവാദിത്വത്തോടെ അവിടെ ഏറ്റെടുക്കുന്നതായി, അത് വിശ്വസ്തയോടെ നിറവേറുന്നതായിട്ടാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഭർത്താവിന്റെ സഹകരണവും പ്രോത്സാഹനവും അവൾക്കുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കുടുംബിനി ആയിരിക്കുമ്പോൾ തന്നെ ദൈവം തന്നെ ആക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ അവൾക്ക് പ്രവർത്തിക്കാൻ കുടുംബം അതിനൊരു തടസ്സമല്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് കുടുംബം ഒരിക്കലും ഒരു തടസ്സമല്ല. കാരണം അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവനാമത്തിന് വേണ്ടി നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും, പ്രാർത്ഥനയ്ക്കൊക്കെ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും നാം തടസ്സപ്പെടുന്നത്. എന്നാൽ ഈ ദെബോരയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കുടുംബ ജീവിതത്തിന്റെ മധ്യത്തിലൂടെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ദെബോരയുടെ ഈ ഭാഗത്തോടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദെബോര പിന്നീട് പറയുന്നത്, ദെബോര ഒരു പ്രവാചകയായിരുന്നു. ആ കാലത്തെ ലെപ്പിദോത്തിന്റെ ഭാര്യയായ 4-ാമത്തെ വാക്യം, ദെബോര ഒരു പ്രവാചകയായിരുന്നു. അപ്പോൾ പ്രവാചക എന്ന് പറയുമ്പോൾ അവൾ അത്രത്തോളം ദൈവാനുഭവം ഉള്ളവളായിരിക്കും. അതായിരിക്കണമല്ലോ ഒരു പ്രവാചകയായിട്ട് തീരണമെങ്കിൽ. ഒരു പ്രവാചകയുടെ ദൗത്യം എന്താണ്? ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദൂത് ജനത്തോട് അറിയിച്ചു ദൈവത്തോടെ ആ ജനത്തെ തിരിക്കുകയാണ്. അവിടെ ഒരു മധ്യസ്ഥം, ഈ ജനത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് അവരുടെ പാപത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം അണച്ച ഒരു പ്രവാചകയായിരുന്നു ദെബോര. ഇവിടെ ദെബോര ദൈവത്തിന്റെ ആലോചന ബാരാക്കിനോട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ദൂത് അറിയിക്കുകയാണ്, നീ സൈന്യവുമായി പുറപ്പെടുക, ഞാൻ യാബീനെയും അവന്റെ സേനാപതി സീസറയെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ബാരാക്കിനോട് ദൈവത്തിന്റെ ദൂത് ഈ ദെബോര അറിയിക്കുകയാണ്. അപ്പോൾ ദൈവജനത്തിന് മധ്യേ നിന്ന് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ ദെബോരയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ അനുഭവം, തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ ദെബോരയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് വീണ്ടും നാം നോക്കുമ്പോൾ ദെബോര ഇസ്രായേലിലെ ന്യായപാലനം ചെയ്തവൾ ഒരു ന്യായാധിപയായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദെബോര ഒരു നല്ല ന്യായാധിപയായിരുന്നു. എന്താണ് ന്യായാധിപ എന്ന് പറഞ്ഞാൽ? ഒരു ന്യായാധിപന്റെ ദൗത്യം എന്താണ്? നീതിയെയും അനീതിയെയും വിവേചിച്ച് നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് ശരിയായുള്ള ഒരു ന്യായാധിപന്റെ ദൗത്യം. ഏതൊരു കാര്യത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് യഥാർത്ഥ ന്യായാധിപയുടെ ഒരു ദൗത്യം. ന്യായത്തെയും അന്യായത്തെയും തിരിച്ചറിയുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥ ന്യായാധിപതി. ദെബോര അത്തരത്തിലൊരു നല്ല ന്യായാധിപതി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദെബോര ഇത്രത്തോളം ഒരു നല്ല ന്യായാധിപതിയായി തീരുവാൻ എന്താണ് കാരണം? അവിടെ എന്താണ് സഹായിച്ചത്? തീർച്ചയായും നമുക്ക് ദൈവത്തിലുള്ള ഒരു വലിയ ആശ്രയം കൊണ്ടാണ്. കാരണം നമുക്ക് പലപ്പോഴും ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ നമ്മോട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്കതിന്റെ ശരിയായിട്ടുള്ള സ്ഥിതി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ
സ്വർഗത്തിലെ ദൈവത്തിന്റെ, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നാം ഒരു വിഷയത്തെ അത് മനസ്സിലാക്കിയാൽ അവർ ശരിയായുള്ള ഒരു ന്യായം നമുക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും. തീർച്ചയായും നാം ദൈവത്തിന്റെ മുഖത്തോടെ ദൈവത്തിലേക്കുള്ള ഒരു നോട്ടം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമാണ്. ഒരു കാര്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേണം യഥാർത്ഥ സ്ഥിതി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ദെബോരയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് പലപ്പോഴും ശരിയേത് തെറ്റേത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത പല സന്ദർഭങ്ങളും വരും. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നാം നോക്കുമ്പോൾ ജീവിതത്തിൽ ശരിയേത് തെറ്റേത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ശരിയുടെ പക്ഷത്തൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ദെബോര അത്തരത്തിലുള്ള ഒരു നല്ല ന്യായാധിപതിയായിരുന്നു. ന്യായത്തെയും അന്യായത്തെയും തിരിച്ചറിഞ്ഞത് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കൊണ്ട് ശരിയായ ഒരു ന്യായാധിപതിയെ പോലെ ന്യായത്തിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് അല്ലെങ്കിൽ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു നല്ല ന്യായാധിപതിയായിരുന്നു ദെബോര. നാം ജീവിതത്തിലെ നമ്മുടെ മുൻപിലും കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദൈവം മുൻപാകെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കൊണ്ട് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ശരിയുടെ ഭാഗത്ത് നിൽക്കേണ്ടവരാണ് ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും. അതുപോലെ ദെബോര നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, ദെബോര വെല്ലുവിളികളെ ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റെടുത്തവളായിരുന്നു. ദെബോര വെല്ലുവിളികളെ ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റെടുത്തവളായിരുന്നു. അവളുടെ മുൻപിൽ ഉണ്ടായിരുന്ന വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഈ യാബീനെയും സീസറയെയും ശത്രുക്കളെ നശിപ്പിക്കുക, അവരോട് യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ച് ഈ ഇസ്രായേൽ ജനത്തെ അവരിൽ നിന്ന് വിടിവിക്കുക എന്നുള്ളതാണ് അവളുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സീസറയ്ക്ക് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 900 ഇരുമ്പ് രഥം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം ശക്തിയുള്ള ഒരു രാജാവായിരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ അണുബോംബിന്റെ തുല്യമായിട്ടുള്ള അത്രത്തോളം ശക്തിയോടെയൊക്കെ നിൽക്കുന്ന ഒരു വലിയ 900 ഇരുമ്പ് രഥം എന്ന് പറയുമ്പോൾ അത്രത്തോളം ശക്തിയുള്ള ഒരു ശത്രു രാജ്യമായിരിക്കണം. എന്നാൽ അവരെ തോൽപ്പിക്കുക എന്നുള്ളത് ഈ ദൈവം വിളിച്ച ഈ ദെബോരയുടെ വലിയ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം ആ സ്ത്രീ എന്ന് പറയുന്നത് അവൾക്ക് അത്രത്തോളം കായിക ബലമൊന്നുമില്ല. അവളുടെ യുദ്ധത്തിൽ ഒരു പരിശീലനം ലഭിച്ചിട്ടുള്ളവളല്ല. എന്നാൽ അങ്ങനെ ഒരു സ്ത്രീ, ഏതും പോരാത്ത ഒരു സ്ത്രീ ഈ യുദ്ധത്തിൽ പടക്കളത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ അവൾ ആ ദൗത്യം ബാരാക്കിനെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ ബാരാക്ക് അവളോട് പറയുന്നത്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകുകയില്ല എന്നാണ് ഇവിടെ ബാരാക്ക് പറയുന്നത്. ഒരു പുരുഷൻ ഭയപ്പെടുകയാണ്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോകുകയില്ല എന്ന് ദെബോരയോട് ബാരാക്ക് പറയുകയാണ്. ബാരാക്ക് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ തലവനാണ്. എന്നാൽ ഒരു പുരുഷൻ ഭയപ്പെടുന്ന സ്ഥാനത്ത് ഒരു സ്ത്രീ യുദ്ധത്തിന് വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുവാനായിട്ട് ആ ഒരു വലിയ വെല്ലുവിളി അവിടെ ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ അവൾ എത്രത്തോളം വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തത് ദൈവത്തിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ടാണ്. എന്റെ ദൈവത്താൽ എന്റെ ദൈവം എനിക്ക് വിജയം തരും. കാരണം അവൾക്ക് അത്രത്തോളം ഒരു സ്ത്രീയാണ്, എത്രത്തോളം ഒരു വലിയ ഒരു ശത്രുവിനോട് എതിർക്കുവാനുള്ള കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, എന്റെ ദൈവത്താൽ എനിക്കത് സാധിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസം, ആ ഒരു വിശ്വാസത്തോടെ അവൾ ഇറങ്ങി തിരിച്ച് പടക്കളത്തിൽ ഇറങ്ങി സീസറയെയും അവന്റെ സൈന്യത്തെയും തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ മുൻപിൽ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പല വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും അതിനെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ഭയം നമ്മുടെ ജീവിതത്തിന്റെ മുൻപിലും കടന്നു വരുന്ന സന്ദർഭങ്ങൾ അനേകമുണ്ട്. ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളുടെ മധ്യത്തില് ജീവിതത്തിൽ എന്തെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങള് അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ രോഗം, വേർപാട്, അങ്ങനെ അനേകം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, അനേകം വെല്ലുവിളികളുടെ മധ്യത്തിൽ ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്ന് നാം ഈ ദെബോരയെ പോലെ വിചാരിച്ച സ്ഥാനത്ത് ആ ദെബോരയ്ക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം പോലെ നാമും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുന്ന ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്തോട് ചേർന്ന് ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുമെന്ന് ഈ ദെബോരയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ കുറച്ച് വിശ്വാസം
വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിലൊരു ആശ്രയമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ വീണ്ടും മൂന്നാമത് വീണ്ടും പറയുന്നത്, ദെബോര ഈ സീസറിയ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ വന്നവളെ ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വിജയഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം മുഴുവനും സീസറയും അവന്റെ സൈന്യത്തെയും തോൽപ്പിച്ചതിന് ശേഷം ദെബോര ദൈവത്തിന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഈ 5-ാം അധ്യായം മുഴുവനും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നടത്തിയ ദൈവത്തിന് അവൾ നന്ദി പറയുകയാണ്. തന്നെ ഈ വലിയ ശത്രുവിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച, വിടുവിച്ച, തോൽപ്പിച്ച, തന്റെ ഇസ്രായേൽ ദേശത്തെ വിടുവിച്ച ഈ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് വലിയൊരു പാട്ട് പാടുകയാണ് ഇവിടെ. അവൻ എന്നെ നടത്തി, എന്റെ വെല്ലുവിളിയിൽ, എന്റെ യുദ്ധത്തിൽ ദൈവത്തിന് അവൻ നന്ദി പറയുകയാണ്. വിജയത്തിന് ശേഷം യഹോവയ്ക്ക് നന്ദിയുടെ ഗീതം പാടുവാൻ ജനത്തോടും പറയുകയാണ് ദൈവത്തിന് നന്ദി പറയുവാൻ. വീണ്ടും ഇവിടെ ഭാഗത്തൊക്കെ ഉണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവ എനിക്കായി ഇറങ്ങി വന്നുവെന്നും ശൂരന്മാർക്കെതിരെ യഹോവ തുണയായി വന്നു. ഇപ്പൊ വീരന്മാരും ശൂരന്മാരുമായവരുടെ ഒക്കെ മധ്യത്തിലെ യഹോവ എനിക്ക് തുണയായിട്ട് വന്നുവെന്ന് ദൈവത്തിന് പാടി ദൈവത്തിന് നന്ദി പറയുകയാണ് ഇവിടെ ദെബോര. ജീവിതത്തിൽ നമ്മുടെയും അനേക വിഷയങ്ങള്, ദൈവം നമുക്ക് ജീവിതത്തിൽ തന്ന വിടുതലുകൾ ഓർക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളുടെ സ്ത്രീകളാകുന്ന നമ്മളെ അനുഭവിക്കുന്ന പ്രയാസങ്ങള്, ഓരോരോ വിഷയങ്ങൾ. തീർച്ചയായും ഒരു സ്ത്രീ ആയിരിക്കും ഒരു ഭവനത്തിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങള്, ഭവനത്തിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണേലും ഓരോരോ ഭാരങ്ങള്, പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ വരുന്നത് സ്ത്രീകൾക്കാണ്. എപ്പോഴും ജീവിത കുടുംബത്തെ കുറിച്ചുള്ള ഭാരങ്ങൾ ഓർത്ത് പ്രാർത്ഥനയ്ക്കായിട്ടും പ്രാർത്ഥന പറയുവാനും ഒക്കെ നമ്മൾ ഓടി വരുന്നത്. ഓരോ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ മധ്യത്തിലും ദൈവം നടത്തിയതല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും നമുക്കില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയുവാൻ കഴിയും. നമ്മെ ദൈവം നടത്തിയത് കൊണ്ടാണ് നാം ഇത്രത്തോളം ആയിരിക്കുന്നത്. നാം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണ്. എന്നാലേ ഓരോ ദിവസവും ആയുസ് തന്നു, ആരോഗ്യം തന്നു, ഭവനത്തിലെ ഏത് പ്രയാസം വന്നാലും അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് നമ്മളും നന്ദി പറയേണ്ടവരാണ്. ഇതേപോലെ പോലെ ദൈവത്തിന് നന്ദിയുള്ള ഒരു ഹൃദയവുമായിട്ട് നമ്മളും ആയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദെബോര അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു നല്ല സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വീണ്ടും അവിടെ ഒരു മഹത്തായ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണുന്നത് ഈ 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഈന്തപ്പനയുടെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് അവൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവള് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമായിരുന്നു. എല്ലാവരുടെയും തർക്കങ്ങൾ ഇവളുടെ അടുത്തോട്ടാണ് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും പരിഹാരം ഇവളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ സ്ത്രീയും, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു വലിയ ദൗത്യമാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേട്ട് നമ്മൾ അവർക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. നമ്മുടെ സേവികാ സംഘം കൂട്ടായ്മയുടെ തന്നെ ഒരു വലിയ ദൗത്യമാണ്. അത് ദൈവം ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്ക് തീർച്ചയായും നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോരോ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷമങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മളൊന്ന് പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമാണ്. എല്ലാവരുമായിട്ടൊന്ന് കൂടി വന്ന് നമ്മുടെ വേദനകളൊക്കെ ഇത് പറഞ്ഞ് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയുടെ ഉദ്ദേശം തന്നെ ഇതാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേട്ട് അവർക്ക് നമ്മളൊരു ആശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്കൊരു നല്ല കൂട്ടായ്മ കാണുവാൻ സാധിക്കും. മറിയയും എലിസബത്തും തമ്മിൽ രണ്ടുപേരുടെ അവസ്ഥ നമുക്ക് അറിയാം. മറിയ പുരുഷനെ കൂടാതെ ഗർഭിണിയായ സ്ത്രീ, എലിസബത്ത് അതുപോലെ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച സ്ത്രീ. രണ്ടുപേരും വലിയ ഭാരം വഹിക്കുന്നവർ, മറ്റുള്ളവരുടെ മുൻപില് വലിയ നിന്ദ വഹിക്കുന്നവര്. എന്നാൽ അവർ രണ്ടുപേരും തമ്മിലൊന്ന് കണ്ടുമുട്ടിയപ്പോൾ, കൂട്ടിമുട്ടിയപ്പോൾ അവർക്ക് അവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് കണ്ടുമുട്ടുമ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ വേദന മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ അന്യോന്യം വേദനകൾ പങ്കുവെച്ച് നമ്മൾ ബലപ്പെടുന്നവരായിരിക്കണം. ഒരു സ്ത്രീയുടെ ഇങ്ങനെ മറ്റൊരു സ്ത്രീക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളെല്ലാവരും ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലെ അന്യോന്യം വേദനകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ നമ്മൾ പോകണമെന്ന് ദെബോരയുടെ ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അല്പം കൂടി കൂട്ടിക്കൊടുക്കുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ ഉള്ളം കൊണ്ട് ചിരിക്കുന്നവരായിട്ടല്ല, ദെബോരയെ പോലെ സങ്കടങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കുന്ന
ആശ്വസിപ്പിക്കുന്നവരായിരിക്കണം. ഭാരങ്ങളെ ലഘൂകരിച്ചു കൊടുക്കുന്നവരായിരിക്കണം. നാം പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ അന്യോന്യം പ്രാർത്ഥിച്ച് ബലപ്പെടുന്നവരായി തീരണം. തീർച്ചയായും നമ്മുടെ മുഖമൊന്നും വാടിയാൽ നമ്മുടെ അമ്മമാരാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖമൊന്നും വാടിയാൽ നമുക്കത് തീർച്ചയായും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാളുടെ വിഷമം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നാം ദെബോരയെ പോലെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ കൂട്ടായ്മകളിൽ സംഭവിക്കേണ്ടതും ഇത് തന്നെയാണ്. നാം നമ്മുടെ വേദനകളെ പങ്കുവെച്ച് ആശ്വസിക്കപ്പെട്ടവരായി നമ്മൾ മടങ്ങി പോകുന്നവരായിരിക്കണം. ദെബോരയെ പോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേട്ട് ആ ഒരു നല്ല അനുഭവക്കാരായി ജീവിക്കാൻ നമുക്ക് ഇടയാകണം. പിന്നീട് വീണ്ടും പറയും, ദെബോര ഇസ്രായേൽ ജനതയുടെ മാതാവായിരുന്നു എന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദെബോരയായി ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ. അപ്പോൾ ഇസ്രായേലിന്റെ ജനതയുടെ തന്നെ ഒരു നേതാവ് മാത്രമല്ല, ഒരു മാതാവും കൂടായിരുന്നു എന്ന് ഇവിടെ പറയുന്നത്. അവിടെ ഒരു മാതൃസ്ഥാനത്തായിരുന്നു ഇസ്രായേൽ ജനത കണ്ടത്. അവൾക്ക് അതിനുള്ള നേതൃത്വ ഗുണം മാത്രമായിരുന്നില്ല, അവൾക്ക് സ്നേഹവും വാത്സല്യം, ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര മക്കളെ ഒരു അമ്മയുടെ സ്നേഹം, മക്കളോടുള്ള ആ ഒരു സ്നേഹം എത്ര ഉദാത്തമായ സ്നേഹമാ. അമ്മമാരെ എല്ലാം ക്ഷമിക്കുന്ന, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അമ്മമാരാണ് പെട്ടെന്ന് അത് സോൾവ് ചെയ്യുന്നത്. എല്ലാം ക്ഷമിക്കും, എല്ലാം സ്നേഹിക്കും. ഒരു അമ്മയുടെ സ്നേഹം, ഒരു മാതൃ സ്നേഹം, അത് അത്രത്തോളം അവൾ ഇസ്രായേൽ ജനത്തോട് കാണിച്ചുകൊണ്ടാണ് അവിടെ ഒരു അമ്മയായിട്ട് ഇസ്രായേൽ ജാതി അവരെ ദെബോരയെ ഒരു ഇസ്രായേലിന്റെ മാതാവ് എന്ന അറിയപ്പെട്ട നിലയിൽ അവളുടെ ആ ഒരു സ്നേഹം അവളുടെ നേതാവ് മാത്രമായിരുന്നില്ല, അവളുടെ ഒരു മാതാവും കൂടായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദെബോര നമ്മെ പഠിപ്പിച്ച കാര്യങ്ങള്, അവളൊരു നല്ല കുടുംബിനിയായിരുന്നു, അവളൊരു നല്ല പ്രവാചകിയായിരുന്നു, അവളൊരു നല്ല ന്യായാധിപതിയായിരുന്നു. അതുപോലെ അവളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവളെ അതിജീവിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ അവൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേട്ട് അവരെ ആശ്വസിപ്പിക്കുന്നവരായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്പസമയം കൂടെ ചിന്തിക്കുന്ന പൗലോസിനോടൊപ്പം സുവിശേഷ വേലയിൽ പ്രവർത്തിച്ച സ്ത്രീകളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അനേക സ്ത്രീകൾ പൗലോസിനോടൊപ്പം സുവിശേഷ യുവോദ്യ, ഇന്ന് നമ്മുടെ റോമർക്കെഴുതിയ ലേഖനത്തിനകത്തൊക്കെ വായിച്ച അനേക സ്ത്രീകളെ കുറിച്ച് നാം വായിച്ചു. യുവോദ്യ, സുന്ദുക, ഇവരൊക്കെയും പൗലോസിനോടൊപ്പം പ്രവർത്തിച്ച സ്ത്രീകൾ. അവരൊക്കെയും ദൈവവേലയ്ക്കായിട്ട് അധ്വാനിച്ചവരായിരുന്നു നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യേശുവിനോടൊപ്പം പ്രവർത്തിച്ച അനേക സ്ത്രീകളെ കുറിച്ച്, മഗ്ദലക്കാരത്തി മറിയ, ഹെരോദാവിന്റെ കാര്യവിചാരക, ഇന്ന് നാം വായിച്ചു. മഗ്ദലക്കാരത്തി മറിയ 7 ഭൂതങ്ങൾ ബാധിച്ച സ്ത്രീ ആയിരുന്നുവെന്നും അനേക സ്ത്രീകൾ യേശുവിനോടൊപ്പം കൂടെ നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവരൊക്കെയും സാധാരണക്കാരായിരുന്നു. ഗലീല മുതൽ കർത്താവിന്റെ കുരിശോളം അനുഗമിച്ച അനേക സ്ത്രീകളെ ശിഷ്യന്മാരൊക്കെ ക്രൂശീകരണ സമയത്ത് അവിടെ അവരുടെ ജീവനെ ഭയന്ന് മാറിപ്പോയപ്പോഴും അപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യേശുവിനോടൊപ്പം. യേശു അവരോട് പറയുന്നുണ്ട്, തന്റെ പിന്നാലെ കരഞ്ഞു വരുന്ന സ്ത്രീകളോടാണ് പറയുന്നത്, പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയെന്ന് യേശു പറയുന്നത്. അങ്ങനെ അനേക സ്ത്രീകൾ യേശുവിനെ അനുഗമിച്ച് ശിഷ്യന്മാര് ഭയന്ന് മാറിയപ്പോൾ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തത് ഈ സ്ത്രീകൾ മാത്രമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ജീവിതത്തിൽ ക്രൂശിന്റെ അനുഭവം വരുമ്പോൾ അവനെ വിട്ട് നാം ഓടിപ്പോകുന്നവരായിട്ടല്ല, അവന്റെ ക്രൂശിനെ അനുഗമിക്കുന്നവരായി തീരണമെന്ന് ഈ ഭാഗത്തോട് നമ്മെ പഠിപ്പിക്കുന്നു. ഈ കർത്താവ് പോയ വഴിയിലൂടെ തന്നെ നാമും പോകണമെന്ന് ഭാഗത്തോടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ അമ്മമാരായ നമ്മൾ ദെബോരയെ പോലെ പ്രാർത്ഥിക്കുന്നവരായി തീരണം. നാം ഓരോരുത്തരും അമ്മമാരാണ്, സ്ത്രീകളാണ്. നമ്മുടെ ഭവനത്തിൽ ഒരു ദെബോരയെ പോലെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തില്, ദൈവത്തിലുള്ള ആശ്രയത്തില് ആ ദെബോരയെ പോലെ പ്രാർത്ഥനാ ജീവിതം. ഈ ഒരു കാലഘട്ടം ഇത്രത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞ, ഓരോ ദിവസവും കേൾക്കുന്ന ഓരോരോ വാർത്തകളാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അനേക സംഭവ വികാസങ്ങളുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളായ നാം, അമ്മമാരായ നാം, നമുക്ക് ഒരു കാര്യം മാത്രമേ ജീവിതത്തിൽ സാധിക്കുകയുള്ളൂ, ദൈവസന്നിധിയിൽ മുട്ടിമേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അതിന് നമുക്ക് സാധിക്കും. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഈ ദെബോരയുടെ ജീവിതാനുഭവം പോലെ നാമും ജീവിതത്തിൽ നല്ലൊരു ദെബോരയെ പോലെ പ്രാർത്ഥിക്കുന്നവരായി, ഒരു നല്ല സ്ത്രീയായി ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്തെ വചന ചിന്തയിൽ നിന്ന് ഞാൻ നിർത്തിക്കൊള്ളുന്നു. ദൈവം